നോർമൽ പക്ക തെലുങ്ക് കമേഴ്ഷ്യൽ സ്റ്റഫ്. ശരിക്കും പറയാം തിയേറ്ററിൽ ഇറങ്ങുമ്പോഴേ ഈ ചെവിയും തലയും നല്ല വേദനയുണ്ട്. അത്രയ്ക്ക് മറ്റേ തലവേദന എടുക്കുന്ന സൗണ്ടും ആയിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു സിനിമ സത്യം പറഞ്ഞാൽ. ഹീറോയും വില്ലനും മാത്രമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടൊരു നെഗറ്റീവ്. ഇവരെ മാറ്റി കഴിഞ്ഞാൽ സിനിമ ഉറപ്പായിട്ടൊരു 100 കോടി 150 കോടിയൊക്കെ അടിക്കാനുള്ള ഇതുണ്ട് സിനിമയിൽ. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ KGF വെല്ലാൻ പോകുന്ന ഒരു പാൻ ഇന്ത്യൻ മാസ് ആക്ഷൻ പടം റിലീസിന് എത്തിയിട്ടുണ്ട്. കന്നഡയിൽ നിന്നും മാർട്ടിൻ എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ എന്തായാലും കേരളത്തിൽ മാർട്ടിൻ കണ്ടിറങ്ങി ഓടിച്ചുകൂടെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം. അപ്പോൾ തമിഴ് ഡബ്ബാണ് പടത്തിന് വന്നിട്ടുള്ളത്. സംഭവം ഇപ്പോൾ മാർട്ടിൻ്റെ ട്രെയിലറൊക്കെ വന്ന സമയത്ത് വൻ തരംഗമായിരുന്നു. അതൊരു KGF ലെവലോ KGF മുകളിലൊക്കെ ഉണ്ടെന്നാണ് ആൾക്കാരൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും മാർട്ടിൻ കണ്ടിറങ്ങി ഓടിച്ചുകൂടെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. നേരെ റിവ്യൂല്. മാർട്ടിൻ ബ്രോ, ധ്രുവിൻ്റെ ഒരു ഒൺമാൻ ഷോ ആണ്. നമ്മൾ ട്രailerൽ കണ്ട് നിങ്ങൾ ട്രailer എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമ എന്താണെന്ന് മനസ്സിലാവും. ആ രീതിയിലാണ് സിനിമയും ഫുള്ള് ട്രailerാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പോവുക. ഒരു സെക്കൻഡ് ഒരു നമുക്ക് ലാഗ് അടിപ്പിക്കുന്നില്ല. നമുക്ക് ആ ഫ്രെയിമിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. എല്ലാ ഫ്രെയിംസും അന്യായമാണ്. ധ്രുവ് അന്ന് നിന്നാൽ തന്നെ ഫ്രെയിം നിറഞ്ഞ് ഫുള്ളൊരു മാസ് ഫീലിംഗ് ആണ്. ധ്രുവ് 2 ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഒരു നമുക്ക് നോർമൽ മാസ് പടമാണോ തെലുങ്ക് മാസ് സബ്ജക്റ്റ് ആണോ? അല്ല, ഇത് കന്നഡ. അപ്പം തെലുങ്ക് വേറെ. അപ്പം കന്നഡ ബേസ് ആ ഒരു ഓഡിയൻസിന് വേണ്ടി എടുത്തേക്കുന്നത്. ഇത് ഫുള്ളായിട്ട് എടുത്തില്ല. അപ്പോൾ ആ ഒരു ഓഡിയൻസിന് കണക്ട് ആവും. നമ്മൾ മലയാളി ഓഡിയൻസിന് അത്രമാത്രം കണക്ട് ആവുമെന്ന് അറിയില്ല. മേക്കിംഗ് വൈസ് നമ്മളിപ്പോൾ തെലുങ്കിൽ ഈഗിൾ മൂവി കണ്ടില്ല, അതേപോലെ ഈഗിളിൻ്റെ അതേ മേക്കിംഗ് ഉണ്ട് ഈ സിനിമയിൽ. മേക്കിംഗ് വൈസ് സിനിമ ഒന്നും പറയാനില്ല. മസ്റ്റ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. ബ്രോ, ഹീറോ എങ്ങനെയുണ്ട്? ഒരു മാസ് ക്യാരക്ടർ എലിവേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇത് നമ്മളിപ്പോൾ തെലുങ്കിൽ ഇപ്പോൾ മഹേഷ് ബാബുവിൻ്റെ സിനിമയാണോ കാണുവാണെങ്കിൽ അതേ ഒരു ഫീലിംഗ് ആണ്. ഐ മീൻ എപ്പോഴും ഒരേ ഒരു എക്സ്പ്രഷനാണ്. പിന്നെ എസ്പെഷ്യലി എൻ്റെ എഡിറ്റർ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓരോ സീൻസും ഇങ്ങനെ ടക്ക് എന്ന് പോകുമ്പോൾ ഒരിക്കലും നമുക്കൊരു ലാഗും ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഒരു ആക്ടറും ഹീറോയും വില്ലനും മാത്രമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടൊരു നെഗറ്റീവ്. ഇവരെ മാറ്റി കഴിഞ്ഞാൽ സിനിമ ഉറപ്പായിട്ടൊരു 100 കോടി 150 കോടിയൊക്കെ അടിക്കാനുള്ള ഇതുണ്ട് സിനിമയിൽ. ശരിക്കും പറയാം തിയേറ്ററിൽ ഇറങ്ങുമ്പോഴേ ഈ ചെവിയും തലയും നല്ല വേദനയുണ്ട്. അത്രയ്ക്ക് മറ്റേ തലവേദന എടുക്കുന്ന സൗണ്ടും ആയിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു സിനിമ സത്യം പറഞ്ഞാൽ. അത്രയ്ക്ക് മാസ് സീൻ ഉണ്ടെന്നാണോ? മാസ് നമുക്ക് ഫീൽ ചെയ്യണ്ടേ. ഇതെന്ന് വെച്ചാൽ വെറുതെ ഇതിനകത്ത് സ്റ്റണ്ട് സീൻ, നമ്മുടെ സൈലൻസ് ഉള്ള ഒരു സീന് ഒരു ഒറ്റ സെക്കൻഡ് അല്ലേ സീനിൽ സൈലൻസ് ഉള്ളത്. പക്ഷെ അത്രയ്ക്ക് സൗണ്ടും BGM അല്ല, അതിൽ ഇടിക്കുന്ന ശബ്ദവും ഇടിയും എല്ലാം ആയിട്ട് കാണാനൊരു എന്താ അത് തന്നെ. സിനിമ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നമുക്കിരുന്ന് എന്താണ് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലാണ് എന്ന് വെച്ചാൽ ലാഗ് അടിച്ചേ. പക്ഷെ ലാഗാണ് സിനിമ. ലാഗെന്ന് വെച്ചാൽ ആ ലാഗെന്ന് വെച്ചാൽ ഒരു മാസ് സീൻസ് ഇടിയെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു പഞ്ച് ഇതോ ഒരു ഫീൽ. ഹീറോ എല്ലാം നെഗറ്റീവ് തന്നെ, വല്ലേതൊന്നുമില്ല. നമുക്ക് മലയാളികളെ ഒട്ടും ഡൈജസ്റ്റ് ആവാത്ത സിനിമയാണ്. വെച്ചാൽ ഒരു ഫോഴ്സിലായിട്ടുള്ള പൊളിറ്റിക്സും എല്ലാം കയറ്റി ഒരു VFX ഒക്കെ തുടക്കത്തിലേ കൊള്ളാം. പക്ഷെ ക്ലൈമാക്സ് എത്തിയപ്പോൾ ഭയങ്കര പൂറായി, വെരി പത്തറ്റിക് അങ്ങനെ പറയാം. കന്നഡ പടം ഇല്ലേ? അപ്പോൾ കന്നഡ പടം ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലും മേക്കിങ്ങും കാര്യങ്ങളും. പടം എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണക്ക് അവരുടെ സ്റ്റൈൽ വേറെ, നമ്മുടെ സ്റ്റൈൽ വേറെ. അപ്പോൾ അവരുടെ ഈ ധ്രുവ സർജ എന്ന് പറയുമ്പോൾ അവിടുത്തെ നല്ല സ്റ്റാറാണ്. അപ്പോൾ അയാളെ നല്ല രീതിയിൽ തന്നെയാണ് അവർ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ പടത്തിൽ പറഞ്ഞ കണക്ക് ഭയങ്കര ഫാസ്റ്റ് കട്ട് ഇല്ല, KGF സ്റ്റൈൽ കട്ടിങ് ഒക്കെ ഇങ്ങനെ പടം ഇങ്ങനെ പട അടിച്ചു പോകും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഇതിനകത്ത് തന്നെ ഒരു പൊളിറ്റിക്സും ഒരു എന്താ പറയുന്ന ഒരു പാട്രിയോട്ടിസം ഒക്കെ കലർത്തി ഒരു പുതിയ ഒരു അവരുടെ ആയിട്ടുള്ള മേക്കിങ്ങിലൊരു അവരുടെ രീതി അറിയാമല്ലോ. നമ്മൾ തമിഴിലൊക്കെ കണ്ടുവരുന്ന പോലെ പക്ക മാസ് കൊമേഴ്ഷ്യൽ ആണ്. നോർമൽ നോർമൽ പക്ക തെലുങ്ക് കമേഴ്ഷ്യൽ സ്റ്റഫ്, അത്രേ ഉള്ളൂ. മേക്കിംഗ് വൈസ് എങ്ങനെയുണ്ട്? മേക്കിംഗ് വൈസ് നല്ല ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് അവരുടെ സ്റ്റൈൽ വേറെ, നമ്മുടെ സ്റ്റൈൽ വേറെ, ആ ഒരു പ്രശ്നമുണ്ട്. ഒരു വട്ടം വൺ ടൈം വാച്ചബിൾ കണ്ടോണ്ടിരിക്കാം. പിന്നെ ചില എലമെന്റ്സ് ഒക്കെ ഇച്ചിരി ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. ചില സൗണ്ടും ഒക്കെ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. മാർട്ടിൻ കണ്ടോണ്ടിരിക്കാം, നല്ല സിനിമ, ഒരു മാസ് ത്രില്ലർ മൂവി. മേക്കിംഗ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? ട്രെയിലർ കണ്ടപ്പോൾ നല്ല എന്ന് പറഞ്ഞാൽ ഒരു നമ്മളിലെ കൽക്കിയൊക്കെ ഉണ്ടാകത്തില്ലേ, ആ കൽക്കിയിലെ ഫൈറ്റ് ഒക്കെ കണ്ടില്ലേ, ആ കാറും ഒക്കെ ആയിട്ട് ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ അതിനകത്ത് കുറെ ട്വിസ്റ്റസ് കൊണ്ടുവരുന്നുണ്ട്. അതാണ് നമുക്ക് കണ്ടോണ്ടിരിക്കാനുള്ള ഇത് വരുന്നത്. കൊള്ളാം, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ഒരു വൺ ടൈം വാച്ചിലുള്ള KGF ലെവലൊന്നുമില്ല, എന്നാലും കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. മേക്കിംഗ് വൈസ് മേക്കിംഗ് ഒക്കെ സൂപ്പറാണ്. എടുത്തു പറയാനായിട്ട് എങ്ങനെയുണ്ട്? ആക്ഷൻസ് ഒക്കെ സൂപ്പറാണ്. നായകൻ എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം, എന്റർടൈൻമെന്റ് ആണ്.